ഇത് വെറും തോക്കിന്റെയും കത്തിയുടെയും കഥയല്ല. അധികാരത്തിന്റെ പേരിൽ മനുഷ്യർ എങ്ങനെ ഇരകളാകുന്നു എന്നതിന്റെ കഥയാണ്. വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ്. കാട്ടിലെ നിയമം ഒന്ന് മാത്രമാണ്: ശക്തൻ ജീവിക്കും, ദുർബലൻ വേട്ടയാടപ്പെടും. ആ ആശയത്തെ മനുഷ്യരുടെ ലോകത്തേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയവും അധികാരവും കുറ്റകൃത്യങ്ങളും ചേർത്ത് അവതരിപ്പിക്കുന്ന സിനിമയാണ് അനന്തൻകാട്. മുരളി ഗോപിയുടെ തിരക്കഥയിൽ GN കൃഷ്ണകുമാർ സംവിധാനം ചെയ്ത ചിത്രം ഒരു അസാധാരണ മാസ് ആക്ഷൻ സിനിമയായി തുടങ്ങുന്നുവെങ്കിലും അതിന്റെ അടിത്തട്ടിൽ അധികാരത്തിന്റെ ക്രൂരമായ രാഷ്ട്രീയമാണ് സംസാരിക്കുന്നത്. പല കാലഘട്ടങ്ങളിലൂടെയും പല കഥാപാത്രങ്ങളിലൂടെയും സഞ്ചരിക്കുന്ന കഥയാണ് അനന്തൻകാടിന്റേത്. ആദ്യ കാഴ്ചയിൽ പരസ്പരം ബന്ധമില്ലെന്ന് തോന്നുന്ന സംഭവങ്ങൾ പതിയെ ഒരൊറ്റ ചങ്ങലയായി മാറുന്നു. ഭാഷ മാറാം, നാട് മാറാം, മുഖങ്ങൾ മാറാം, പക്ഷേ അധികാരത്തിന്റെ കളി ഒരിക്കലും മാറുന്നില്ല. കൊല്ലപ്പെടുന്നത് എന്നും സാധാരണ മനുഷ്യരാണ്, വിജയിക്കുന്നത് എന്നും അധികാര കേന്ദ്രങ്ങളാണ്. സിനിമ പറയാൻ ശ്രമിക്കുന്ന ഏറ്റവും വലിയ രാഷ്ട്രീയം അതാണ്. ചിത്രത്തിൽ ഒരു ഘട്ടത്തിൽ കാത്തി എന്ന കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗുണ്ട്: ഇവിടെ നീതിയുമില്ല, നിയമവുമില്ല, ദൈവവുമില്ല. ആ വാക്കുകൾ ഒരു കഥാപാത്രത്തിന്റെ നിരാശ മാത്രമല്ല, തലമുറകളായി ചൂഷണവും അതിക്രമവും അനുഭവിക്കുന്ന ഒരു ജനതയുടെ നിലവിളിയാണ്. അനന്തൻകാടിന്റെ ലോകം അങ്ങനെയാണ്. അവിടെ ജീവിക്കാൻ പോലും ഒരു വിലപേശൽ വസ്തുവാണ്. രാഷ്ട്രീയ പാർട്ടികൾക്കായി കൊട്ടേഷൻ ജോലികൾ ചെയ്യുന്ന ഒരു സംഘത്തെ ചുറ്റിപ്പറ്റിയാണ് സിനിമയുടെ പ്രധാന സഞ്ചാരം. ഇന്ദ്രൻസ് അവതരിപ്പിക്കുന്ന കൃഷ്ണേട്ടൻ, മുരളി ഗോപി അവതരിപ്പിക്കുന്ന തങ്കൻ, അപ്പാനി ശരത്തിന്റെ ജാക്സൺ, ദേവ് മോഹന്റെ മുരളി, അവരുടെ ലോകത്തേക്കാണ് ശ്രീലങ്കൻ വേരുകളുള്ള ആര്യയുടെ കഥാപാത്രം എത്തുന്നത്. അവിടെ നിന്നാണ് സിനിമയുടെ യഥാർത്ഥ യാത്ര ആരംഭിക്കുന്നത്. അനന്തൻകാടിന്റെ ഏറ്റവും വലിയ ശക്തി അതിലെ കഥാപാത്രങ്ങളാണ്. ഓരോരുത്തർക്കും സ്വന്തമായ ചരിത്രമുണ്ട്, മുറിവുകളുണ്ട്, ഭയങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ അവർ വെറും നായകന്മാരോ വില്ലന്മാരോ ആയി മാറുന്നില്ല, മനുഷ്യരായി നിലകൊള്ളുന്നു. ഇന്ദ്രൻസിന്റെ കൃഷ്ണേട്ടൻ സിനിമയുടെ ആത്മാവാണ്, ഒരു ഗാനമേള സംഘത്തിന്റെ നേതാവ്, അതേസമയം ഒരു ക്രിമിനൽ നെറ്റ്വർക്കിന്റെ ബുദ്ധി കേന്ദ്രം. സ്നേഹവും ക്രൂരതയും ഒരുപോലെയുള്ള ഒരു മനുഷ്യൻ. ഇന്ദ്രൻസ് ഈ കഥാപാത്രം അവതരിപ്പിച്ചിരിക്കുന്നത് അതിശയിപ്പിക്കുന്ന കൃത്യതയോടെയാണ്. ആര്യയും മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. വെട്രിയായും മണിയണ്ണനായും രണ്ട് വ്യത്യസ്ത തലങ്ങളുള്ള കഥാപാത്രത്തെ അവിശ്വസനീയമാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. ആക്ഷൻ രംഗങ്ങളിലും വികാര രംഗങ്ങളിലും ഒരേ തീവ്രത നിലനിർത്തുന്ന പ്രകടനം. മുരളി ഗോപിയുടെ തങ്കൻ സിനിമയുടെ ഏറ്റവും സങ്കീർണമായ കഥാപാത്രങ്ങളിലൊന്നാണ്. പുറമെ കഠിനനായി തോന്നുന്ന ആ മനുഷ്യന്റെ ഉള്ളിലെ ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങൾ സിനിമ പതിയെ തുറന്നു കാണിക്കുന്നു. പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്ന കഥാപാത്രങ്ങളിലൊന്നായി തങ്കൻ മാറുന്നതും അതുകൊണ്ടാണ്. ദേവ് മോഹന്റെ മുരളിയും അപ്പാനി ശരത്തിന്റെ ജാക്സണും കഥയ്ക്ക് ശക്തമായ പിന്തുണ നൽകുന്നു. പ്രത്യേകിച്ച് മുരളി എന്ന കഥാപാത്രം സിനിമ അവസാനിച്ച ശേഷവും ഓർമ്മയിൽ നിലനിൽക്കും. വിജയരാഘവന്റെ KK മേനോൻ മറ്റൊരു വലിയ ആകർഷണമാണ്. അദ്ദേഹം ചെയ്തിട്ടുള്ള വില്ലൻ കഥാപാത്രങ്ങളുടെ നിരയിൽ പ്രത്യേകം എടുത്തു പറയാവുന്ന പ്രകടനം. ശാന്തി അവതരിപ്പിക്കുന്ന കാത്തിയും ശ്രദ്ധേയമാണ്. അകത്ത് തകർന്നു പോകുമ്പോഴും പുറത്തേക്ക് തോൽവി സമ്മതിക്കാത്ത ഒരു സ്ത്രീ. ആ കഥാപാത്രത്തിന്റെ ആത്മസംഘർഷം ശാന്തി മനോഹരമായി അവതരിപ്പിക്കുന്നു. സിനിമയുടെ സാങ്കേതിക മികവും എടുത്തു പറയേണ്ടതാണ്. SUVന്റെ ക്യാമറ കാഴ്ചകൾ കഥയ്ക്ക് ആവശ്യമായ ഇരുണ്ട അന്തരീക്ഷം സൃഷ്ടിക്കുന്നു. രോഹിത് വാര്യറിന്റെ എഡിറ്റിംഗ് കഥയുടെ സങ്കീർണത പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ പിന്തുടരാൻ സഹായിക്കുന്നു. അജനീഷ് ലോക്നാഥിന്റെ പശ്ചാത്തല സംഗീതം ചില രംഗങ്ങളിൽ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും എല്ലായിടത്തും അതേ തീവ്രത നിലനിർത്തുന്നില്ല. മുരളി ഗോപിയുടെ തിരക്കഥയാണ് സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത്. മൂർച്ചയേറിയ സംഭാഷണങ്ങൾ, രാഷ്ട്രീയ പരാമർശങ്ങൾ, അധികാരത്തിന്റെ ഇരുണ്ട വശത്തെക്കുറിച്ചുള്ള നിരീക്ഷണങ്ങൾ, ഇവയെല്ലാം സിനിമയെ ഒരു സാധാരണ മാസ് ആക്ഷൻ ചിത്രത്തിൽ നിന്ന് ഉയർത്തുന്നു. എങ്കിലും സിനിമയ്ക്ക് ചില പരിമിതികളുണ്ട്. കഥ പറയുന്ന അടിസ്ഥാന ടെംപ്ലേറ്റ് മലയാള സിനിമയിൽ പലതവണ കണ്ടിട്ടുള്ളതാണ്. പ്രതികാരം, അധികാരം, കൊലപാതകങ്ങൾ, രാഷ്ട്രീയ ഗൂഢാലോചനകൾ, ഈ ഘടകങ്ങൾ പുതിയതല്ല. പുതിയതായി തോന്നുന്നത് അവ അവതരിപ്പിക്കുന്ന രീതിയും പശ്ചാത്തലവുമാണ്. അതുകൊണ്ട് തന്നെ ചില ഭാഗങ്ങളിൽ സിനിമ മുൻകൂട്ടി പ്രവചിക്കാവുന്നതായി മാറുന്നുണ്ട്. എന്നിരുന്നാലും ഒരു കാര്യം ഉറപ്പാണ്: രാഷ്ട്രീയ പശ്ചാത്തലമുള്ള മാസ് ആക്ഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരെ അനന്തൻകാട് നിരാശപ്പെടുത്തില്ല. ഇത് വെറും തോക്കിന്റെയും കത്തിയുടെയും കഥയല്ല, അധികാരത്തിന്റെ പേരിൽ മനുഷ്യർ എങ്ങനെ ഇരകളാകുന്നു എന്നതിന്റെ കഥയാണ്. വേട്ടക്കാരനും ഇരയും തമ്മിലുള്ള പോരാട്ടത്തിന്റെ കഥയാണ്. ഒരാൾ മറ്റൊരാളെ ഭയന്ന് ജീവിക്കുന്ന ലോകത്തിന്റെ കഥയാണ്. അവസാനം സിനിമ ചോദിക്കുന്ന ഒരു ചോദ്യം മാത്രം ബാക്കിയാകുന്നു: കാട്ടിൽ യഥാർത്ഥ രാജാവ് ആരാണ്? വേട്ടയാടുന്നവനോ അതോ വേട്ടയാടപ്പെടാതെ അതിജീവിക്കുന്നവനോ? ആ ഉത്തരമാണ് അനന്തൻകാട് പ്രേക്ഷകരുടെ ചിന്തയ്ക്ക് വിട്ടുകൊടുക്കുന്നത്.